നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. നമുക്ക് 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സർക്കാർ ജോലി പ്രവാസികൾക്ക് കിട്ടിയാലെന്നും എങ്ങനെ ഇരിക്കും? നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയാം. ആരോഗ്യരംഗം, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വൻ നിക്ഷേപങ്ങൾ നടത്തി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ദുബായ്. നിർമ്മിത ബുദ്ധി AI-യുടെയും ഓട്ടോമേഷൻ തൊഴിൽ മേഖലയെ മാറ്റിമറിക്കുമ്പോൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രവാസികൾക്ക് ഇവിടെ ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ വരുന്നു. ആകർഷകമായ ശമ്പളമുണ്ട്, മികച്ച കരിയർ വളർച്ചയുണ്ട്, ദീർഘകാല തൊഴിൽ സുരക്ഷയുമുണ്ട്. ഇവയെല്ലാം ഉറപ്പാക്കുന്ന സ്വകാര്യ സർക്കാർ ജോലികൾക്ക് 2 മേഖലകളിലും ജോലികളുണ്ട്. ഇപ്പോൾ ദുബായിലാണ് ഏറെ സാധ്യതകൾ വന്നിട്ടുള്ളത്. സർക്കാർ മേഖലയിൽ അവസരം. പ്രവാസി ജീവനക്കാരിൽ ഭൂരിഭാഗവും സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്ഥിരതയും മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും കാരണം സർക്കാർ ജോലികൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ്. UAE പൗരന്മാർക്ക് നിയമനത്തിൽ മുൻഗണനയുണ്ടെങ്കിലും ദുബായിലെ ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശികൾക്കും അവസരം നൽകുന്നുണ്ട്. ദുബായിയുടെ ഔദ്യോഗിക തൊഴിൽ പോർട്ടലായ ദുബായ് കരിയേഴ്സ്.ae ഈ തൊഴിൽ പോർട്ടൽ കയറി നോക്കുക. വിവിധ സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകൾ എല്ലാ രാജ്യക്കാർക്കുമായി ലഭ്യമാണ്. ചില തസ്തികകളിൽ പ്രതിമാസം 40,000 ദിർഹം വരെ ശമ്പളവുമുണ്ട്. പുതിയ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA-യിൽ ദുബായ് കൾച്ചർ, ദുബായ് സാമ്പത്തിക വിഭാഗം എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. 1. സീനിയർ സ്പെഷ്യലിസ്റ്റ്, കൊമേഴ്സ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 2. ചീഫ് സ്പെഷ്യലിസ്റ്റ്, പ്രൊക്യൂർമെന്റ് ആൻഡ് സ്റ്റോറേജ് പോളിസീസ് ആൻഡ് ഓപ്പറേഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ്. ശമ്പളം 20,001 മുതൽ 30,000 ദിർഹം വരെ. 3. സീനിയർ ക്വാണ്ടിറ്റി സർവേയർ, ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രാക്ട്സ്, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA. 4. സീനിയർ ഇന്റേണൽ ഓഡിറ്റർ, ദുബായ് കൾച്ചർ. ശമ്പളം 20,001 30,000 ദിർഹം. 5. ഡിജിറ്റൽ കണ്ടന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, ദുബായ് കൾച്ചർ. ശമ്പളം 20,001 മുതൽ 30,000 ദിർഹം. 6. അറബിക് ആൻഡ് ഇംഗ്ലീഷ് കോപ്പിറൈറ്റർ, ഹംദാൻ ബിൻ മുഹമ്മദ് സ്മാർട്ട് യൂണിവേഴ്സിറ്റി ആണ് ഒഴിവുള്ളത്. ശമ്പളം 20,001 മുതൽ 30,000 ദിർഹം വരെ തന്നെ. 7. സ്ട്രാറ്റജിക് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ്, ദുബായ് കൾച്ചർ. ശമ്പളം 30,001 40,000 ദിർഹം. 8. ചൈൽഡ് കെയർ സൂപ്പർവൈസർ, ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. ശമ്പളം 10,000 ദിർഹം. ഈ ഒഴിവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലവസരങ്ങളെക്കുറിച്ചും കൂടുതലായിട്ടും വിശദമായിട്ടും അറിയുന്നതിന് ദുബായ് കരിയേഴ്സ്.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെറുതെ എങ്കിലും ഈ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇപ്പോഴെങ്കിലും പിന്നെ എപ്പോഴായാലും നമ്മളെ കണ്ണിൽ ഒരു ജോബ് വേക്കൻസി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. വെബ്സൈറ്റിന്റെ പേര് മറക്കണ്ട, ദുബായ് കരിയേഴ്സ്.ae. എല്ലാം സ്മോൾ ലെറ്റർ കൂടിയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകാം. നീതിന്യായ മേഖല ശക്തിപ്പെടുത്താനും സ്വദേശി വൈദഗ്ധ്യവും കാര്യക്ഷമതയും വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ദുബായ് സെന്റർ ഫോർ ജുഡീഷ്യൽ എക്സ്പെർട്ടൈസ് സ്ഥാപിക്കുന്നു. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ജുഡീഷ്യൽ മേഖലയിലെ നിയമനം, മേൽനോട്ടം, പ്രകടനം, വിലയിരുത്തൽ എന്നിവയ്ക്കായി അംഗീകൃത വിദഗ്ധരെ കണ്ടെത്തി ഈ കേന്ദ്രം കോടതികൾക്ക് നൽകും. റിപ്പോർട്ടുകളുടെ കൃത്യത മെച്ചപ്പെടുത്തുക, കേസുകൾ തീർപ്പാക്കുന്നതും അതുപോലെ തന്നെ ത്വരിതപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. നിയമരംഗത്തെ ആഗോള വിദഗ്ധരുമായി ദുബായിലെ ജുഡീഷ്യൽ അധികാരികളെ ബന്ധപ്പെടുത്തുക, കൃത്യമായി വിധികളും വേഗത്തിലുള്ള കേസ് പരിഹാരവും പ്രാപ്തമാക്കുന്നതിന് നിലവാരവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുക, സ്വദേശികൾക്ക് പരിശീലനം നൽകുക, നിയമരംഗത്തെ വിദഗ്ധർ നിയമിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഏകീകൃത മാനദണ്ഡങ്ങളെ നടപടിക്രമങ്ങളും സ്ഥാപിക്കുക, അറിവും വൈദഗ്ധ്യവും കൈമാറുന്നതിന് പ്രാദേശിക രാജ്യാന്തര പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവയാണ് മറ്റ് ലക്ഷ്യങ്ങൾ. ജുഡീഷ്യൽ അധികാരികളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ അനുസരിച്ച് പ്രത്യേക വിദഗ്ധ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുക, സംയോജിത നിയമ നിർമ്മാണ ചട്ടക്കൂട് വികസിപ്പിക്കുക, റിപ്പോർട്ടുകളിൽ കൃത്യത ഉറപ്പാക്കുക, നീതിന്യായ വ്യവസ്ഥയിലുള്ള ഹർജിക്കാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുക, UAE-യിലും വിദേശത്തെയും അംഗീകൃത വിദഗ്ധരെ ഉൾപ്പെടുത്തി ദുബായിലെ ജുഡീഷ്യൽ അധികാരികളെ പിന്തുണയ്ക്കുക, വിദഗ്ധ റിപ്പോർട്ടുകളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താനും കൃത്യമായ വിധികൾക്കും വേഗത്തിലുള്ള കേസ് പരിഹാരത്തിനും സംഭാവന നൽകാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേക മേഖലകളിൽ സ്വദേശി വൈദഗ്ധ്യം വികസിപ്പിക്കുക, വിദഗ്ധരെ നിയമിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ. ദുബായ് കോടതി ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ജുഡീഷ്യൽ, നോൺ ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഡയറക്ടർ ബോർഡാണ് സെന്ററിന്റെ മേൽനോട്ടം വഹിക്കുക. ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് ബോഡി പദ്ധതികൾ നടപ്പിലാക്കും. അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്നുള്ളതാണ്.
അടുത്തത് UAE-യിൽ ഇന്നലെ വിദ്യാലയങ്ങൾ തുറന്നു. ഇതോടുകൂടി സ്കൂൾ കാലം ഓർമ്മിപ്പിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പുമായി ഉപപ്രധാനമന്ത്രിയും UAE പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വന്നിരിക്കുകയാണ്. രാജ്യത്തെ 10 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തിയ സമയത്താണ് തന്റെ സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മചിത്രങ്ങൾ ഷെയ്ഖ് ഹംദാൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഷെയ്ഖ് ഹംദാന്റെ ചെറുപ്പകാലത്തെ അപൂർവ ചിത്രങ്ങളുണ്ട്. പിതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂവിനോടൊപ്പമുള്ള നിമിഷങ്ങളും ഈ വീഡിയോയിൽ കാണാം. ചിത്രങ്ങൾക്കൊപ്പം ഷെയ്ഖ് ഹംദാൻ ഹൃദയസ്പർശിയായ ഒരു സന്ദേശവും പങ്കുവച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്കൂൾ ദിനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നെങ്കിലും എന്റെ സ്വപ്നങ്ങൾ ഒരുപാട് വലുതായിരുന്നു. അറിവ് ഒരു പ്രകാശമാണ്, അതിലൂടെ രാജ്യങ്ങൾ ഉയരും. ഓരോ അധ്യയന വർഷവും ഒരു പുതിയ സ്വപ്നമാണ് പിറവിയെടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്താം. എപ്പോഴും ഓർക്കുക, അറിവിലൂടെ നാം ഉയരും, മൂല്യങ്ങളിലൂടെ നാം കെട്ടിപ്പടുക്കും. ഇന്നലെ സ്കൂളുകൾ തുറന്നപ്പോൾ രാജ്യമെങ്ങും ആഘോഷത്തിമിർപ്പായിരുന്നു. ചില കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ വിദ്യാലയ ദിനത്തിനാണ് തുടക്കം കുറിച്ചത്. ക്ലാസ് മുറികൾ സന്ദർശിച്ച പോലീസുകാർ മുതൽ കുട്ടികൾക്ക് വോയിസ് നോട്ട് അയച്ച UAE പ്രസിഡന്റ് വരെ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു. ചില മുതിർന്നവർക്ക് പുതിയ അധ്യയന വർഷം അവരുടെ കുട്ടിക്കാലം ഓർമ്മിപ്പിച്ചു. പുതിയ പുസ്തകങ്ങൾക്ക് പുറംചട്ടയിട്ടതും പുതിയ പേനകളും പെൻസിലുകളും വാങ്ങിയതും പുതിയ വാട്ടർ ബോട്ടിലുകളെ കുറിച്ച് വീമ്പ് പറഞ്ഞതും പേടിയോടെ ക്ലാസ് മുറിയിൽ എത്തിയതുമെല്ലാം അവർ ഓർത്തെടുത്തു. ഷെയ്ഖ് ഹംദാൻ റാഷിദ് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. 2 വർഷം മുമ്പ് തന്റെ ഹൈസ്കൂൾ സുഹൃത്തുക്കളുമായി ഒത്തുചേർന്നപ്പോൾ എടുത്ത സെൽഫി വൈറലായിരുന്നു. സ്കൂൾ ബോയ്സ് എന്ന കുറിപ്പോടെയാണ് അദ്ദേഹം അന്ന് ആ ചിത്രം പങ്കുവച്ചത്. പഠനം പൂർത്തിയാക്കിയ ശേഷവും സ്കൂളുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഷെയ്ഖ് ഹംദാന്റെ ചിത്രങ്ങളും വീഡിയോയിലുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെയാണല്ലോ വേണ്ടത്, ഒരു പ്രോത്സാഹനം, ഒരു ഇൻസ്പിറേഷനൊക്കെ ആയി മാറുന്ന കാര്യം. തീർച്ചയായിട്ടും സൂചിപ്പിച്ച പോലെ തന്നെ പഠനം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ താങ്ങും തണലുമാകുന്നത് എന്നുള്ളതാണ്. ഇനി മധ്യവേനൽ അവധി കഴിഞ്ഞ് UAE-യിലെ സ്കൂളുകൾ തുറന്നപ്പോൾ ഹാജർ നിരയിൽ 35% വരെ കുറവാണ്. ഇന്ത്യൻ സ്കൂളുകളിലാണ് ഹാജർ നിരയിൽ കാര്യമായി ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ 5 മുതൽ 10% മാത്രമാണ് കുറവ്. വർദ്ധിച്ച വിമാന ടിക്കറ്റ് നിരക്ക് കുറയാത്തത് മൂലമാണ് പ്രവാസി കുടുംബങ്ങൾ നാട്ടിൽ തന്നെ തങ്ങുന്നത്. ഇതുമൂലം 10ഉം 12ഉം ക്ലാസുകളിൽ ഉള്ളവർക്ക് നഷ്ടമാകുന്നത് വിലപ്പെട്ട ക്ലാസുകളാണ്. റാസൽ ഖൈമയിലെ ചില സ്കൂളുകൾ ഒരാഴ്ച മുമ്പ് തന്നെ 10ഉം 12ഉം ക്ലാസുകളിലെ കുട്ടികൾക്ക് ഓൺലൈനായി സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയിരുന്നു. നാട്ടിലുള്ള കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 15 മുതൽ 4 ഇരട്ടിയിലേറെ ടിക്കറ്റ് നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വൺവേ ടിക്കറ്റിന് 1.5 ലക്ഷത്തിലേറെ തുക നൽകിയാൽ പോലും സീറ്റ് കിട്ടുന്നില്ല. ഇതിനനുസരിച്ച് 4 കുടുംബത്തിന് UAE-യിൽ തിരിച്ചെത്താൻ കുറഞ്ഞത് 2 ലക്ഷത്തിലേറെ രൂപ ചിലവ് വരും. യാത്രാ സമയം മണിക്കൂറുകൾ നീളുന്ന കണക്ഷൻ വിമാനത്തിലും പൊള്ളുന്ന നിരക്ക് തന്നെയാണ്. അതായത് കുറച്ച് ബുദ്ധിമുട്ടായാലും ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചാലും ഈ പറയുന്ന പോലെ തന്നെ വലിയ തുക കൊടുക്കേണ്ടി വരും. സാധാരണ സെപ്റ്റംബർ ആദ്യവാരത്തോടു കൂടി നിരക്ക് കുറയേണ്ടതാണ്. എന്നാൽ സെപ്റ്റംബർ 5-ന് എത്തുന്ന ഓണം മുന്നിൽ കണ്ട് നാട്ടിലേക്ക് പോയി വരുന്നവരെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ഓൺലൈനിൽ ടിക്കറ്റ് നിരക്ക് കൂടുകയാണ്. വിവിധ വിമാന കമ്പനികൾ സെപ്റ്റംബർ 15-ന് ശേഷമേ നിരക്കിൽ കാര്യമായ കുറവുണ്ടാകൂ എന്നാണ് ട്രാവൽ ഏജൻസികൾ നൽകുന്ന സൂചന. അത് വലിയൊരു ചതി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോഴേക്കും ഏതാണ്ട് 2 ആഴ്ചത്തെ ക്ലാസ് നഷ്ടപ്പെട്ടേക്കാം എന്ന വിവരമാണ് വരുന്നത്. പരീക്ഷ എഴുതാൻ 75% ഹാജർ വേണമെന്നാണ് CBSE കേരള ബോർഡ് നിബന്ധന. UAE നിയമപ്രകാരം 80% ഹാജർ ഉണ്ടാകണം. എന്നാൽ നാട്ടിൽ കുടുങ്ങിയ പ്രവാസി കുട്ടികൾക്ക് മതിയായ ഹാജർ ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. സ്കൂൾ അടയ്ക്കുന്ന സമയങ്ങളിൽ മാത്രമേ പ്രവാസി കുടുംബങ്ങൾക്ക് നാട്ടിൽ പോകാനാകൂ എന്നതിനാൽ ഈ സമയങ്ങളിൽ അധിക വിമാന സർവീസ് വേണമെന്നാണ് പ്രവാസി കുടുംബങ്ങൾ അധികമായിട്ട് ഇപ്പോൾ ഒന്നുള്ളിടത്ത് ഒന്നിൽ കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടെങ്കിൽ അത്രയും ആശ്വാസം എന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ സന്തോഷകരമായ ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നതെങ്കിൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ പ്രവാസികൾ തന്നെ അവിടെ വലിയൊരു ഹാജർ നിലയിൽ കുറവ് വരുത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ ഖേദം തോന്നുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതൊന്ന് പ്രീ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലാഭം കിട്ടുമെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ടിക്കറ്റ് നോക്കുന്നതാണ് ഈ പ്രശ്നം. കാരണം സ്കൂൾ എന്നാണ് തുറക്കുക എന്നാണ് അടയ്ക്കുക എന്നുള്ളതിനെ കുറിച്ച് വിവരം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് തന്നെ വളരെ മുൻപ് തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ തന്നെ വായിച്ചിരുന്നു ഈ വർഷത്തെ സ്കൂൾ അവധികൾ ഇന്ന സമയത്താണ് ഇത്ര അവധികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയച്ചിരുന്നു. അതനുസരിച്ച് വളരെ മുൻപ് തന്നെ പ്ലാൻ ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ടാകും. അടുത്ത ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ സംബന്ധിച്ച് ലഭിക്കുന്ന വ്യാജ ലിങ്കുകളെ അവഗണിക്കണമെന്ന് അബുദാബി പോലീസ്. പോലീസിന്റെ ഔദ്യോഗിക ലോഗോ ദുരുപയോഗം ചെയ്താണ് തെറ്റായ സന്ദേശങ്ങൾ അയക്കുന്നത്. ഗതാഗത പിഴ ചുമത്തിയിട്ടുണ്ടെന്നും
പരിശോധിക്കണമെന്നും പറഞ്ഞാണ് പലർക്കും സന്ദേശം ലഭിച്ചത്. ഇത് കേട്ടപാടെ ലിങ്കിൽ പ്രവേശിക്കുന്നവർക്ക് പണം നഷ്ടമാകും. ഏഷ്യൻ രാജ്യത്തു നിന്ന് വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. തട്ടിപ്പിനെ കുറിച്ച് പോലീസിന്റെ സമൂഹ മാധ്യമ പേജുകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ ഫോട്ടോ സഹിതം അയച്ചാണ് ജനങ്ങളെ വലയിലാക്കുന്നത്. ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും സംശയാസ്പദ ലിങ്കുകളിൽ പ്രവേശിച്ച് വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ നൽകരുതെന്നും വഞ്ചിക്കപ്പെട്ടാൽ എത്രയും വേഗം പരാതി നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. പരാതിപ്പെടാനുള്ള ഫോൺ നമ്പറുണ്ട്. ഫോൺ 8002626. SMS വരുന്നത് 2828. സ്മാർട്ട് ആപ്പ് അബുദാബി പോലീസ്. ഈ നമ്പറുകളിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാം. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ അതായത് ഔദ്യോഗിക ചിഹ്നം വെച്ചിട്ടുള്ള ഈ ഒരു പറ്റിക്കപ്പെടൽ, ഇത്തരത്തിലുള്ള ലിങ്ക് പൊതുവെ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അതാണ് എപ്പോഴും നല്ലത്. ഇനി UAE-യിൽ റബി അൽ അവ്വാൽ മാസപ്പിറവി കാണാത്തതിനാൽ ഇസ്ലാമിക് കലണ്ടറിലെ 3-ാം മാസം തിങ്കളാഴ്ച ആരംഭിച്ചതായി UAE-യിലെ വാന നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം സെപ്റ്റംബർ 5-ന് ആയിരിക്കും. സാധാരണയായി ശനിയും ഞായറുമാണ് UAE-യിലെ വാരാന്ത്യ അവധികൾ. അതിനാൽ നബിദിനത്തോടനുബന്ധിച്ച് 3 ദിവസം അവധി ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും UAE അധികൃതർ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം ശനിയാഴ്ച അറബ് മേഖലയിൽ നഗ്നനേത്രം കൊണ്ടോ ടെലസ്കോപ്പ് ഉപയോഗിച്ചോ മാസപ്പിറവി കാണാൻ സാധിച്ചിരുന്നില്ല. ഒമാനിലും നബിദിനം സെപ്റ്റംബർ 5-ാം തീയതി ആയിരിക്കും. എന്തായാലും 4-ാം തീയതി ആയിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്തായാലും 5-ാം തീയതി വരികയാണെങ്കിൽ 3 ദിവസത്തെ അവധി ലഭിക്കാനാണ് സാധ്യത. എന്തായാലും അങ്ങനെ ഉറപ്പ് വരുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ടുവരാം. ഓഗസ്റ്റ് അവസാനത്തോടെയാണ് സുൽത്താനേറ്റിന്റെ കോമേഴ്സ്, ഇൻഡസ്ട്രി, ഇൻവെസ്റ്റ്മെന്റ് മന്ത്രാലയം ഗോൾഡൻ വിസ പുറത്തിറക്കുന്നത്. ഗോൾഡൻ വിസയ്ക്ക് പുറമെ ഒമാനി കമ്പനികൾക്ക് ഇൻസെന്റീവുകൾ നൽകുന്ന മജീദ് കമ്പനീസ് പദ്ധതിയും സർക്കാർ നടപ്പിലാക്കുന്നു. ഇൻവെസ്റ്റ് ഒമാൻ പ്ലാറ്റ്ഫോം വഴി വാണിജ്യ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനുള്ള ഇലക്ട്രോണിക് ഓതന്റിക്കേഷൻ സർവീസും രാജ്യം നടപ്പിലാക്കുന്നുണ്ട്. നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുക എന്നതാണ് പദ്ധതികൾക്ക് പിന്നിലുള്ളത്. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അപേക്ഷകർക്ക് 5-10 വർഷം എന്നിങ്ങനെ വിഭാഗത്തിൽ റിയൽ എസ്റ്റേറ്റ്, വാണിജ്യ നിക്ഷേപം, ദീർഘകാല ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ 2 നിക്ഷേപ റെസിഡൻസി പ്രോഗ്രാമുകളാണ് ഒമാൻ വാഗ്ദാനം ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ഒമാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഒമാനിലെ ദീർഘകാല റെസിഡൻസിക്കായുള്ള ഗോൾഡൻ വിസയ്ക്കായി അപേക്ഷിക്കേണ്ടത്. 2 തലങ്ങളിലായാണ് അപേക്ഷ നൽകേണ്ടത്. ടയർ 1-ന് അപേക്ഷിക്കാൻ നിക്ഷേപകർ ഇവയിലേതെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഇനി പറയുന്നതിലേതെങ്കിലും ചെയ്താണ് ടയർ 1-ന് അപേക്ഷിക്കേണ്ടത്. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലോ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലോ ഗവൺമെന്റ് ബോണ്ടുകളിലോ 5 ലക്ഷം റിയാലിൽ കുറയാത്ത നിക്ഷേപം നടത്തേണ്ടതുണ്ട്. സുൽത്താനേറ്റിൽ 5 ലക്ഷം ഒമാനി റിയാലിൽ കുറയാത്ത മൂല്യമുള്ള ഒരു വസ്തു വാങ്ങുക, കുറഞ്ഞത് 50 ഒമാനി പൗരന്മാരെ നിയമിക്കുന്ന ഒരു കമ്പനി സ്ഥാപിക്കുക. ടയർ 1 എക്സ്റ്റൻഡഡ് റെസിഡൻസി പെർമിറ്റിന്റെ സാധുത 10 വർഷമാണ്. കാലാവധി നീട്ടാൻ സാധിക്കും. ടയർ 1 കാർഡ് ലഭിക്കുന്നതിനായി 551 ഒമാനി റിയാൽ ഫീസ് കൊടുക്കേണ്ടതാണ്. ഇനി ടയർ 2 ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലോ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലോ 2,50,000 ഒമാനി റിയാലിൽ കുറയാത്ത നിക്ഷേപം നടത്തുക. സുൽത്താനേറ്റിൽ 2,50,000 ഒമാനി റിയാലിൽ കുറയാത്ത മൂല്യമുള്ള വസ്തു വാങ്ങുക. ഒമാനിലെ ടയർ 2 എക്സ്റ്റൻഡഡ് റെസിഡൻസി പെർമിറ്റിന്റെ സാധുത 5 വർഷമാണ്. കാലാവധി നീട്ടാൻ സാധിക്കും. കാർഡ് ലഭിക്കുന്നതിനുള്ള ഫീസ് 326 ഒമാനി റിയാൽ. ഒമാനിൽ താമസിക്കുന്ന പ്രവാസി തൊഴിലാളികൾ ഇവിടെ തന്നെ വിരമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രതിമാസം 4,000 ഒമാനി റിയാലിൽ കുറയാത്ത സ്ഥിര വരുമാനത്തിന്റെ തെളിവ് നൽകി എക്സ്റ്റൻഡഡ് റെസിഡന്റ് പെർമിറ്റിനായി അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ വാർത്ത അവസാനിപ്പിക്കാം. അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഉപയോഗിക്കുകയും ചെയ്യും, അതൊരു പണി കിട്ടുകയും ചെയ്യും. അത് ഇന്ത്യയിൽ നിന്നല്ല മറ്റു രാജ്യത്ത് പോയാലും ഇന്ത്യക്കാരുടെ സ്വഭാവത്തിൽ മാറ്റം വരില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ചില രാജ്യങ്ങളിലെ നിയമലംഘനവും അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഡൗൺ പേയ്മെന്റ് നടത്താൻ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിനെതിരെ UAE-യിൽ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഷോപ്പിംഗ്, യാത്ര തുടങ്ങിയ ഇടപാടുകൾക്ക് മാത്രമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു എന്നതാണ് ഉചിതമെന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള വിദേശ നിക്ഷേപത്തിന് അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് അത് അത്ര നല്ലതല്ല എന്നും റിയൽ എസ്റ്റേറ്റ് നികുതി വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ദുബായിൽ ഈ പ്രോപ്പർട്ടികൾ വാങ്ങിയ ചില ഇന്ത്യക്കാർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ നിയമത്തിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഫെമ പ്രകാരം വിദേശത്ത് നടത്തുന്ന സ്വത്ത് വാങ്ങലുകൾ മൂലധന അക്കൗണ്ട് ഇടപാടുകളിലായി കണക്കാക്കപ്പെടുന്നുവെന്ന് ഈ ആൻഡേഴ്സൺ UAE CEO അനുരാഗ് ചതുർവേദി പറയുന്നു. എന്നിരുന്നാലും യാത്ര, ഷോപ്പിംഗ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ പോലെയുള്ള കറണ്ട് അക്കൗണ്ട് ഇടപാടുകൾക്ക് മാത്രമേ അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാനായി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അനുവദിക്കുകയുള്ളൂ. വിദേശ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കായി അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിനെ മറികടക്കുന്നവയാണ്. ഇന്ത്യൻ നിവാസികൾക്ക് വിദേശ സ്വത്തുക്കൾ നിക്ഷേപിക്കാനുള്ള ഏക നിയമപരമായ മാർഗമാണ് ഈ LRS എന്ന് പറയുന്നത്. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൂടെ ഇന്ത്യൻ നിവാസികൾക്ക് അംഗീകൃത ബാങ്കുകൾ വഴി ഒരു സാമ്പത്തിക വർഷത്തിൽ $2,50,000 വരെ അയക്കാൻ അനുവാദമുണ്ട്. മൂലധന ഒഴുക്ക് എന്ന നിലയിൽ റിയൽ എസ്റ്റേറ്റുമായുള്ള ICC ഉപയോഗം ലിബറലൈസ്ഡ് ഈ റെമിറ്റൻസ് സ്കീം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് RBI വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ലംഘനം ഫെമയുടെ ലംഘനത്തിന് തുല്യമായാണ് കണക്കാക്കുന്നത്. വിദേശത്ത് സ്വത്ത് വാങ്ങുന്നതിനായി അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് അന്വേഷണം, പിഴ ഉൾപ്പെടെ നിയമപരവും സാമ്പത്തികപരവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഇതിൽ ഫെമ നിയന്ത്രണങ്ങളുടെ ലംഘനവും ഉൾപ്പെടുന്നുണ്ട്. നിയമം ലംഘിക്കുന്നവർ RBI, ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുടെ അന്വേഷണങ്ങൾ നേരിടേണ്ടി വരും. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് അശ്രദ്ധമാണ് എങ്കിൽ നിയമപരമായ അപകട സാധ്യതയ്ക്ക് പുറമെ ഉയർന്ന പലിശ നിരക്കുകൾ, വിദേശ വിനിമയ മാർഗങ്ങൾക്കപ്പുറം ഫീസുകൾ, പിഴകൾ എന്നിവയ്ക്കും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിദേശത്ത് വസ്തുവകകൾ വാങ്ങുന്നവർ രജിസ്റ്റർ ചെയ്ത ബാങ്ക് വഴി ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം ഉപയോഗിക്കണമെന്ന് ആൻഡേഴ്സൺ UAE CEO അനുരാഗ് ചതുർവേദി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ഇടപാടുകളിലും RBIയും നികുതി അധികാരികളും ആവശ്യപ്പെടുന്ന പ്രകാരം പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറപ്പാക്കണം. അതിർത്തി കടന്നുള്ള നിക്ഷേപത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെയോ നിയമ ഉപദേഷ്ടാവിനെയോ സമീപിക്കണമെന്നും അദ്ദേഹം കൃത്യമായി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ആൾക്കാർ ഏതാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് അടയ്ക്കാമല്ലോ എന്നൊരു ആശ്വാസത്തിലൊക്കെ ഇരിക്കും. പക്ഷെ അത് വലിയൊരു പണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വന്ന് മറ്റു സ്വത്ത് വാങ്ങാൻ പോലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതെ, എന്തായാലും മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക. തീർച്ചയായും അടുത്ത ദിവസം മറ്റു വാർത്തയുമായി കാണാം. അതുവരെയ്ക്കും നമസ്കാരം.